വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും യുണൈറ്റഡും തമ്മിൽ നടന്നിട്ടുള്ള സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുള്ള കളിയെക്കുറിച്ചാണ്. ഓക്കെ, മത്സരം 2-2 എന്നുള്ള നിലയിലാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ച് അവർക്ക് 4ാമതായിട്ട് പ്രീമിയർ ലീഗിൽ ജയിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ അതേസമയം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനാണെങ്കിൽ അവർ കഴിഞ്ഞ 4 കളികളായിട്ട് അവർ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്കായാലും ആ ഒരു സ്ട്രീക്ക് അവസാനിക്കാനായിരുന്നു. അതുപോലെ യുണൈറ്റഡിനാണെങ്കിലും ഒരു സ്ട്രീക്ക് എന്താ പറയുക കണ്ടിന്യൂ ചെയ്യണമായിരുന്നു 4 ഗെയിം കൂടി ജയിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അവർ തോറ്റിട്ടില്ല, അൺബീറ്റബിൾ ആണ് കഴിഞ്ഞ 4 ഗെയിംസ് ആയിട്ട്. എന്നിരുന്നാൽ പോലും അവർക്കൊരു 4ാമത്തെ ഒരു ജയം നേടാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫോറസ്റ്റിനാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സ്ട്രീക്ക് കഴിഞ്ഞു, അവർക്ക് ആ ഒരു എന്താ പറയുക ജയിക്കാൻ പറ്റാതിരിക്കുന്ന ആ ഒരു 4 ഗെയിംസ് കഴിഞ്ഞു. ഇപ്പോൾ ഈ കളി സമനിലയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 ടീമുകൾ 2 ഗോൾ നേടിയതോടുകൂടി ഈ കളിയിൽ മൊത്തം 4 ഗോൾ കൂടി വന്നിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ 4 എന്നുള്ളൊരു നമ്പർ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിന്. യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഈ ഒരു ഗെയിമിൽ അവർ ജയിക്കുകയാണെങ്കിൽ ലീഗിൽ 2ാമത് പൊസിഷനിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അവർക്ക്. ഈവൻ മറ്റ് ടീമുകൾ കളിക്കുമ്പോൾ പൊസിഷനിൽ ഒബ്വിയസ്ലി ചേഞ്ച് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പൊസിഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരമെങ്കിലും അവർക്കൊന്ന് സ്റ്റേബിളായിട്ട് എത്താൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കളി കുറച്ചുകൂടി ടഫായിരിക്കും എന്നുള്ളത് ഓൾറെഡി റൂബൻ അമോറിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോൺ ഡൈസ് എന്ന് പറഞ്ഞുള്ള ഒരു കോച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ. 2 ടീമുകൾക്കും ജയ അനിവാര്യമായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2-2 ഡ്രോ എന്നുള്ളത് ഈവൻ 2 ടീമിനും ഒരു ബെനിഫിഷ്യൽ ആവും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും ആ ഒരു ബോട്ടം 3 നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ പോലെ അവർക്കൊരു ബൂസ്റ്റ് നൽകുന്ന രീതിയിലുള്ളൊരു പോയിന്റ് ആയിരിക്കും അവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക. യുണൈറ്റഡിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കറൻ്റ് ടോപ്പ് 5-ലാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും മറ്റ് കളികളിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ടോട്ടൻഹാം ചെൽസി കളിയാണ്. സോ ആ കളിയിൽ ടോട്ടൻഹാം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ ഓൾറെഡി മുമ്പിലാണ് പോയിന്റിൽ, അവർക്ക് ഒരു ഹയർ പ്ലേസ് എന്തായാലും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവൻ ചെൽസിയാണ് ജയിക്കുന്നുണ്ടെങ്കിൽ അവർ ഹയർ അപ്പ് ദ ഓർഡർ ടേബിളിൽ പോകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഇനി മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മത്സരം തുടങ്ങിയത് ഒരു പതിഞ്ഞ താളത്തിൽ പോലെ ആയിരുന്നു. ഒരു 2 ടീമുകളും ഫ്രണ്ട് ഫുട്ടിലായിരുന്നില്ല ആക്രമിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കളി പതുക്കെ പോകുന്നതോടുകൂടി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 1-2 അറ്റംപ്റ്റ്സ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് കണ്ടു. പക്ഷെ കാര്യമായിട്ട് ലെവൻസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. മത്സരം 2 ടീമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അൺചേഞ്ച് 11 ആയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്നുള്ളത്. യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബ്രൈറ്റൺ മത്സരത്തിൽ നിന്നുള്ള അൺചേഞ്ച് 11 ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ബോൺമൗത്ത് അടുത്ത് തോറ്റിട്ടുള്ള കളിയിൽ എന്താണോ 11 ഉണ്ടായിരുന്നത് അവരായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റിന് ഓൾറെഡി ഇഞ്ചറിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള 2 പ്ലേയേഴ്സ് ഓൾറെഡി ബെഞ്ചിലുണ്ടായിരുന്നു, യേറ്റ്സും അതുപോലെ തന്നെ അവോനിയൊക്കെ. സോ അവർ പിന്നീട് ഗെയിമിലേക്ക് വരുന്നതായിട്ട് കണ്ടു. യേറ്റ്സ് അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഗെയിമിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 14 മിനിറ്റിൽ തന്നെ യുവൻറ്റസിന് ലോണിൽ വന്നിട്ടുള്ള ഡഗ്ലസ് ലൂയിസിന് ഒരു ഇഞ്ചറി പറ്റുന്നുണ്ടായിരുന്നു. ഹാംസ്ട്രിങ് ഇഞ്ചറിയാണ് അദ്ദേഹത്തിന് പറ്റിയത്. സീരിയസ് അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിൽ യേറ്റ്സ് വരുന്നതും അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സാംബൻഡ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. സോ പിന്നീട് കളി പുരോഗമിച്ച് പോയി. അതിനുശേഷം യുണൈറ്റഡ് ആണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. പക്ഷെ ആ ഒരു ഗോൾ വരുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗോൾ എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന്. സോ ഒരു ക്രോസ് കൊടുക്കുകയാണ് പോസ്റ്റിലേക്ക്. അപ്പോൾ അവിടെ ഹെഡർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിലങ്കോവിച്ചാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ള ബോൾ ആ കോർണർ ലൈനിന് അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ ബോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ബോൾ ജസ്റ്റ് പാസ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ സവാന എന്ന് പറഞ്ഞ ഫോറസ്റ്റിൻ്റെ റൈറ്റ് ബാക്ക് അദ്ദേഹം ആ ബോൾ അവിടെ നിന്ന് സേവ് ചെയ്തെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെഫറി അതൊരു കോർണർ വിളിക്കുകയാണ്. എന്തിനാ പോലും ഇൻഫീൽഡായിട്ട് എന്താണോ റെഫറി എടുക്കുന്ന തീരുമാനം അതിനോട് നീതി പുലർത്തിയിട്ട് കളിച്ചു പോവുക എന്നാണല്ലോ റെഫറിയുടെ തീരുമാനം അന്തിമം എന്നാണല്ലോ നമുക്ക് ഫുട്ബോളിലെല്ലാം പറയാൻ പറ്റുക. ഈവൻ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു 50-50 പോലെ ആയിരുന്നു. ലൈൻ റെഫറിക്ക് അദ്ദേഹത്തിന് അവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു ബോൾ ലൈൻ ക്രോസ് ചെയ്ത പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ വീഡിയോ റീപ്ലേ കാണുമ്പോൾ ബോൾ കംപ്ലീറ്റ് ആയിട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോർണർ എടുക്കുന്നുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. അദ്ദേഹം കോർണർ എടുത്തപ്പോൾ വളരെ മോശം ഒരു ഡിഫെൻഡിങ് ആയിരുന്നു ഫോറസ്റ്റിന് ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കസമേറോ വളരെ ഫ്രീ ആയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാനായിട്ട് ഓൾറെഡി ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ബോളിലേക്കൊരു മാഗ്നറ്റ് പോലെയാണ് കസമേറ അട്രാക്ട് ചെയ്യുക. നമുക്കറിയാവുന്നതാണ് പോസ്റ്റിലേക്ക് വരുന്ന ക്രോസുകളിലെല്ലാം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അവിടെ എത്താനും
കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുള്ളത് ഈവൻ ഒരുപാട് കളികളിലായിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഒരു ബോൾ വന്നപ്പോൾ അദ്ദേഹമാണ് അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഗോള് യുണൈറ്റഡ് നേടുകയാണ്. 34ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് ആ ഒരു ഗോൾ നേടുകയാണ്. അതിനുശേഷം വീണ്ടും ഫോറസ്റ്റ് ആണെങ്കിൽ ഒരു അൺഷ്യൂർ ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നും പ്രിസൈസ് ആയിട്ടുള്ള ഒരു കളിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു മിസ് പാസുകൾ ഉണ്ടായിരുന്നു രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നും, ഒരു ആക്യുറസി ഉണ്ടായിരുന്നില്ല. യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കളികളിലൊക്കെ കാഴ്ചവെച്ച ഒരു ഷാർപ്നെസ് എന്തായാലും ഗെയിമിൽ ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ മത്സരം കടന്നുപോയി. ഫസ്റ്റ് ഹാഫ് കഴിയണം. ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാഹചര്യത്തിൽ യുണൈറ്റഡ് 1-0 എന്നുള്ള രീതിയിൽ ലീഡ് ചെയ്യായിരുന്നു. സോ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ലൊരു റിസൾട്ടായിരുന്നു. ഈവൻ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ടേബിളിലെ കറണ്ട് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് രണ്ടാമത് എന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഈവൻ ഈ ഒരു മത്സരം ഇതുപോലെ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ടുള്ള രീതിയിൽ മത്സരം അവസാനിപ്പിക്കാനും യുണൈറ്റഡിന് പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഷോൺ ഡൈസ് ഫസ്റ്റ് ഹാഫിൻ കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് അവിടെ ചുമ്മാ ഇരുന്നു എന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അതുപോലെ മോട്ടിവേറ്റഡ് ആയിരുന്നു അവരുടെ പ്ലെയേഴ്സ്. അവർ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ സെക്കൻഡ് ഹാഫ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫുട്ടിലായിരുന്നു. യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾ നേടിയതിൻ്റെ ആ ഒരു കോൺഫിഡൻസിൽ എന്നുള്ള പോലെ വളരെ പതിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഡിഫെൻസീവ് ഉറങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. സോ 2 ഗോളുകളും വന്നത് പോസ്റ്റിലേക്ക് നിരന്തരം ക്രോസുകളിലൂടെയാണ്. ആദ്യത്തെ ഗോൾ വന്നത് 48ാമത്തെ മിനിറ്റിൽ തന്നെയായിരുന്നു ഫോറസ്റ്റിൻ്റെ. അത് വന്നിട്ടുണ്ടായിരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ്. ആ ബോളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഗിബ്സ് വൈറ്റിൻ്റെ കൂടെ അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് അമാദാണ് ഉണ്ടായിരുന്നത്. സോ ഈസിലി ആ ഒരു ഡ്യുവല് വിൻ ചെയ്യാണ്. അതൊരു പിൻ പോയിൻ്റ് ആയിട്ടുള്ളൊരു ഹെഡർ ആയിരുന്നു സൈഡ് നെറ്റിങ്ങിലേക്കായിട്ട്. ലെമൻസ് ചാടി നോക്കി, പക്ഷെ അദ്ദേഹത്തിന് എത്തുന്നുണ്ടായിരുന്നില്ല ആ ബോളിലേക്ക്. അങ്ങനെ 1-1 എന്നുള്ള രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് ഫോറസ്റ്റ്. ആ ഒരു ഗോളിന് ശേഷം കൂടുതൽ ഊർജ്ജത്തോടെ കളിച്ച് യുണൈറ്റഡ് ആയിരുന്നില്ല, ഫോറസ്റ്റ് തന്നെയായിരുന്നു. അവർക്ക് ജയിക്കണം അല്ലെങ്കിൽ അടുത്ത ഗോൾ നേടണം എന്നുള്ള ഒരു എന്താ പറയുക, ആ കാണികളുടെ ഊർജ്ജം അവരിലേക്ക് ആവാഹിച്ച് കളിക്കുന്ന പോലെയാണ് ആ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രകടനം ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഫോറസ്റ്റ് അറ്റാക്ക് ചെയ്യണം, നിരന്തരം അറ്റാക്ക് ചെയ്യും, ക്രോസുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഈ ബോൾ ഷിഫ്റ്റ് ചെയ്തു. സെവനെയും അതുപോലെ മറ്റു താരങ്ങൾ ഗിബ്സ് വൈറ്റ് അങ്ങനെയുള്ള താരങ്ങളെല്ലാം റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരാണ്. ഈ ബോക്സിലേക്ക് ഈ ക്രോസ് വന്നപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകുന്ന അവരുടെ സ്ട്രൈക്കറാണ് ഇഗോറാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ബോൾ യുണൈറ്റഡിന് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ബോളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സവാനയാണ്, അതായത് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നതായിരുന്ന സവാനയാണ്. അദ്ദേഹം ബോക്സിൽ ആ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒരു പോച്ചേഴ്സ് ഫിനിഷ് പോലെ അദ്ദേഹം ഒരു ടാപ്പിനടിച്ച് അവിടെ ഗോള് നേടി. 50ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് 2-1 എന്നുള്ള രീതിയിൽ പിന്നോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ഡോമിനേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോള് നേടിയെങ്കിലും, ഡോമിനേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും 1-0 എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു യുണൈറ്റഡിന്. പക്ഷേ ആ ഒരു 1-0 അഡ്വാൻറ്റേജ് സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ പോകുന്നതാണ് കണ്ടത്. അതിന് ശേഷമായാൽ പോലും മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഫോറസ്റ്റ് ആയിരുന്നു. ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനും വളരെ ഷാർപ്പായിട്ട് ഗ്യാപ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് യുണൈറ്റഡിന് പാസ് ബ്രേക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് ആണെങ്കിലും ഈവൻ ആ ഒരു എനർജി കുറഞ്ഞ് വരുന്ന ഒരു രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണെങ്കിൽ പോലും യുണൈറ്റഡിന് ക്രോസ് കൊടുക്കാനായിട്ടുള്ള 2 വൈഡ് പ്ലെയേഴ്സിൻ്റെ നിന്ന് ഒരുപാട് ക്രോസുകളും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി നമുക്കറിയാം റൈറ്റ് സൈഡിൽ അമാദാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു റൈറ്റ് ഫുട്ടഡ് ക്രോസ് കൊടുക്കാൻ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പ്രൊഡോമിനൻ്റ്ലി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയറാണ്. എന്നാൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ടായിരുന്ന ഡാലോണ്. അദ്ദേഹമാണെങ്കിൽ കൂടുതൽ കട്ടിങ് സൈഡ് ചെയ്ത് വരാനും ബോളുകൾ കൊടുക്കാനാണ് നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു ക്രോസ് കൊടുക്കാനായിട്ടുള്ളൊരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് റുബൻ അമോറിം അവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഡാലോനെ മാറ്റിയിട്ട് ഡോർഗിനെ കൊണ്ടുവന്നു. ഡോർഗ് വന്നതിന് ശേഷം 2-3 ക്രോസുകൾ കാര്യങ്ങളെല്ലാം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ സബ് ചെയ്ത് വന്നതിന് ശേഷം വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഡോർഗ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ക്രോസുകളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോർഗ് വന്നതിന് ശേഷമാണ് യുണൈറ്റഡിന് ബോക്സിലേക്ക് നല്ല ക്രോസുകൾ 1-2 ക്രോസുകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് യുണൈറ്റഡിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും കളി പുരോഗമിച്ച് പോവുകയാണ്. അതിനുശേഷം 60ാമത്തെ മിനിറ്റിലാണ് ബ്രൂണോയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്. പക്ഷെ അതൊരു ഗോളിലേക്കുള്ള ഒരു അറ്റംപ്റ്റ് ആണെന്ന് കളിക്കുന്നവർ ആർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഫോറസ്റ്റിൻ്റെ ഗോളിയായിട്ടുള്ള സെയിൽസിന് പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബ്രൂണോയിലേക്ക് ആ ബോൾ എത്തുമ്പോൾ ആരും ഫോറസ്റ്റിൻ്റെ ഒരു പ്ലെയറും അദ്ദേഹത്തിലേക്ക് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബോക്സിൻ്റെ പുറത്തുനിന്ന് അദ്ദേഹം ഒരു നിലം പറ്റിയിട്ടുള്ള ഒരു ഷോട്ട് അടിക്കുകയാണ്. ആ ബോൾ നേരെ ചെന്ന് പോസ്റ്റിൽ നിന്ന് ഇടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് തട്ടി അതുപോലെ തന്നെ ഡിഫ്ലക്ട് ചെയ്ത് വന്നു. പക്ഷെ അവിടെ പൗൺസ് ചെയ്യാനായിട്ട് കസമീറയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ബ്രൂണോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഫോറസ്റ്റിനും ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ
വീണ്ടും അവരൊരു ക്രോസ് കൊടുക്കുകയാണ്. ഇപ്രാവശ്യം ക്രോസ് വന്നിട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ഹഡ്സൺ ഒഡോയുടെ ഒരു ബോൾ, ഒരു ലൂപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രോസാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇഗോർ ഹെഡ് ചെയ്യാനായിട്ട് ചാടി നോക്കി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോൾ ഹെഡ് ചെയ്തത് വീണ്ടും പോസ്റ്റിൽ അടിച്ചിട്ട് പുറത്തു പോകുന്നതാണ് കണ്ടത്. ഇങ്ങനെ കളി പതിഞ്ഞൊരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിൻ്റെ ഭാഗത്താണെങ്കിൽ ആ ഒരു എനർജി കുറവ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് അറ്റാക്ക് ചെയ്യാനാണെങ്കിലും പ്രസ് ചെയ്യാനാണെങ്കിലും വലിയ കാര്യമായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരവസരത്തിൽ അവർക്ക് ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിൽ എംബൂമാണ് ഒരു റൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ബോക്സിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ബോൾ തട്ടിയിട്ട് അവർ കോർണർ കിട്ടണം. സോ ആ ഒരു കോർണർ യുണൈറ്റഡ് എടുക്കുന്നു. ആ ബോൾ 1-2 പ്രാവശ്യം തട്ടി ബോൾ അവിടെ നിന്ന് ബോക്സിന് പുറത്തേക്ക് പോവാണ്. പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അമദിയാളാണ്. അദ്ദേഹം ആ ഒരു ബോളി വളരെ പ്രിസൈസായിട്ട് പോസ്റ്റിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിലേക്ക് അടിച്ച് കയറ്റുകയാണ്. അതൊരു കിടിലനായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. ആ ബോൾ അവിടെ അദ്ദേഹം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലേയേഴ്സിനെ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് തന്നെ പോയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു അറ്റംപ്റ്റാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു കിടിലൻ ഗോളായിട്ട് മാറി. യുണൈറ്റഡ് 2-2 എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് 81ാമത്തെ മിനിറ്റിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു VR ചെക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഗോളിൻ്റെ അതിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു ഗോൾ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹാൻഡ് ബോൾ അപ്പീലൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഗോൾ സ്റ്റേ ചെയ്തു. 2-2 എന്നുള്ള നിലയിലായി സ്കോർ ലൈൻ. പിന്നീട് രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്തതിലും ഉപരിയായിട്ട് ആ സ്കോർ ലൈൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ യുണൈറ്റഡിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി ടൈമിൽ വെച്ചിട്ട്. ഇതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ബോക്സിൻ്റെ ഭാഗത്ത് വീണ്ടും ഒരു കൂട്ടപ്പൊരിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഒരു കോർണറിൽ നിന്നാണ് അതും വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് കിട്ടിയൊരു ബോൾ അമാദ് പിന്നെയും യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആ ഒരു വിന്നിങ് ഗോൾ നേടി. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ടാണ്. അപ്പോൾ അതുപോലെ നേടി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഗോൾ ലൈൻ സേവ് നടത്തുകയാണ്. അവരുടെ ഡിഫൻഡറായിട്ടുള്ള മുറിയിലോ കൃത്യസമയത്ത് അത് ഷോട്ട് അടിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും അവിടെ നിന്നൊരു സേവ് നടത്തി. സോ അങ്ങനെ മത്സരം 2-2 എന്നുള്ള രീതിയിൽ അവസാനിക്കുകയാണ്. രണ്ട് ടീമുകൾക്ക് ഓരോ പോയിന്റ് വീതം കിട്ടി. യുണൈറ്റഡ് ഇപ്പോൾ നിലവിൽ 5ാം സ്ഥാനത്താണുള്ളത്, 17 പോയിന്റാണ് അവർക്കുള്ളത്. യുണൈറ്റഡിന് അടുത്ത മത്സരം ഉള്ളത് സ്പേഴ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റിനുള്ളത് ലീഡ്സ് ആയിട്ടാണ്. അപ്പോൾ അതിന് നെക്സ്റ്റ് ഗെയിം വീക്കിലാണ്. എന്തായിരിക്കും ആ മത്സരങ്ങളിലെ പ്രഡിക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ